RIFZAWORLD സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഷവർമ കേക്കാണ്. എല്ലാവരും കടയിൽ നിന്നാണ് ഷവർമ വാങ്ങുക. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലൊരു ഷവർമ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്കുള്ള പൊടി കുഴച്ചേക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബോളിലോട്ട് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നേരം ഈസ്റ്റ് ഫെർമെൻ്റ് ആക്കാൻ വെച്ചിരുന്നു. അതിപ്പോൾ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതൊരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നായിട്ടാണ്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതൊന്ന് മൂടി വെച്ചാണ്ട് ഒരു 2 മണിക്കൂർ ഫെർമെൻ്റ് ആക്കാൻ വെക്കാം. ഇനി ഞാൻ അത് ഫെർമെൻ്റ് ആവുന്ന സമയം കൊണ്ട് കുറച്ച് മസാല തേച്ച ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ മസാലയിൽ എന്തൊക്കെയാണ് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ അൽഫാം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടോ. അതിപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ പറഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് അടിഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് വെന്തോട്ടെ. എന്നിട്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മളെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഷവർമയ്ക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് കാബേജ്, 1 കപ്പ് ക്യാരറ്റ്, പിന്നെ 1 കപ്പ് മല്ലിയില, പിന്നെ 2 മുളക് പച്ചമുളക് കേട്ടോ, പിന്നെ കുറച്ച് കക്കിരി, പിന്നെ കുറച്ച് മയോണൈസ്, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനില്ല അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ അതേപോലെ. ഇനി നമുക്ക് ഈ ഒരു ചിക്കനും പിന്നെ കുറച്ച് മയോണൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം.
അതേ മയോണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതേ മിക്സാക്കി ഈ ഒരു രൂപമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷവർമയിലുള്ള ഫില്ലിങ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഫെർമെൻ്റ് ആക്കാൻ വെച്ച ആ പൊടി ഇല്ലേ, അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഈ ഒരു ബോളിൽ നിന്ന് മാറ്റാം കേട്ടോ. എന്നിട്ടിത് ഞാൻ നേരെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈക്വലായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അത് ഈക്വലായി മുറിച്ച് ഞാൻ ഇതേപോലെ 2 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൽ നിന്നും ഒരു ബോൾ എടുത്ത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച ആ പൊടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ സൈഡിലേക്കൊക്കെ ഒന്ന് കൈ വെച്ച് പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേനു ഇതിലേക്കുള്ള ഫില്ലിങ്, അതൊക്കെ ഒന്ന് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ ഒരു ബോളും കൂടി ഉണ്ടായിന്, അത് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതേ ഞാൻ അതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ഡിസൈനിന് വേണ്ടി നമ്മൾ ബാക്കി വന്ന കുറച്ച് മസാല ഉണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതേ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് 25 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ 25 മിനിറ്റിന് ശേഷം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു കത്തി ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. നല്ല വേഗം ഒന്ന് പുറത്തേക്ക് വീഴുള്ളൂ. എന്നിട്ട് ഞാൻ നേരെ പ്ലേറ്റിലോട്ടല്ല, ഒരു ഫ്രൈ പാനിലോട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഗ്യാസുമേൽ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അതേ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധനം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ദേ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാൻ പോവാണ്.
ഇപ്പം അതേ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല മണം അടിക്കുന്നു കേട്ടോ. ചിക്കനൊക്കെ അതേ പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.